ഗോളും നിറഞ്ഞ് സമുദ്രം പ്രക്ഷുബ്ധമായപ്പോൾ തങ്ങളുടെ കപ്പൽ പാറക്കെട്ടുകളിൽ തട്ടി തകരുമെന്ന് ഭയന്ന് എല്ലാവരും പിൻവാങ്ങിയപ്പോഴും ഉലയാത്ത ആത്മവിശ്വാസത്തോടെ ചുക്കാൻ പിടിച്ചൊരു നാവികന്റെ കഥയുണ്ട്. അടിയൊഴുക്കുകൾ എത്ര ശക്തമായിരുന്നോ അത്രത്തോളം ആ നാവികന്റെ ലക്ഷ്യബോധവും ദിശാബോധവും വർദ്ധിച്ചു. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന മഹാസമുദ്രത്തിൽ ആ നാവികന്റെ സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ഭരണകൂടവും അതിന്റെ സർവ്വ സന്നാഹങ്ങളും ചേർന്ന് ഉയർത്തുന്ന ഓരോ പ്രക്ഷുബ്ധ തിരമാലയെയും തന്റെ നിലപാടുകൾ കൊണ്ട് മറികടന്ന ഒരു പോരാളി. ഇന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും പുറത്തു വരുന്ന വിധി വെറുമൊരു കേസിന്റെ റദ്ദാക്കൽ മാത്രമല്ല, അത് നീതിയുടെയും സത്യത്തിന്റെയും വിജയമാണ്. വിനായക് ദാമോദർ സവർക്കറെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് BJP കേന്ദ്രങ്ങളും അവരോട് ആഭിമുഖ്യം പുലർത്തുന്നവരും പടച്ചുവിട്ട ക്രിമിനൽ മാനനഷ്ട കേസും ലക്നൗ കോടതി പുറപ്പെടുവിപ്പിച്ച സമൻസും സുപ്രീം കോടതി പൂർണ്ണമായിട്ടും റദ്ദാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നിയമ സംവിധാനങ്ങളെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ അതിശക്തമായിട്ടുള്ള പ്രഹരമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നാടകീയമായിട്ടുള്ള കേസുകളുടെയും ഭീഷണിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് തല കുനിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ തീരുമാനം. 2022 നവംബറിൽ മഹാരാഷ്ട്രയിലൂടെ കടന്നുപോയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഭാരത് ജോഡോ യാത്രയിലാണ് ഇതിന്റെ തുടക്കം. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് സവർക്കറുടെ ചില നിലപാടുകളെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. ചരിത്രത്തെ വസ്തുതാപരമായിട്ട് തുറന്നു കാട്ടുമ്പോൾ അസ്വസ്ഥരാകുന്ന BJP കേന്ദ്രങ്ങൾ ഒരു അഭിഭാഷകനെ മുൻനിർത്തി രാഹുലിനെതിരെ കേസ് ഫയൽ ചെയ്യിപ്പിച്ചു. അലഹബാദ് ഹൈക്കോടതിയും ഇതിൽ ഇടപെടാൻ മടിച്ചപ്പോൾ കേസ് സുപ്രീം കോടതിയിലെത്തി. എന്നാൽ കേസ് വിശദമായിട്ട് പരിശോധിച്ച സുപ്രീം കോടതി യാതൊരുവിധ ഔദ്യോഗിക നടപടിക്രമങ്ങളും പാലിക്കാതെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേണ്ടി നിയമ സംവിധാനത്തെ കരുവാക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്യുകയും കേസ് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാനും അദ്ദേഹത്തിന്റെ ശബ്ദം ജനങ്ങളിൽ എത്തുന്നത് തടയാനും BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് നീണ്ട ചരിത്രമുണ്ട്. 2019 കർണാടകയിലെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ ഈ സൂറത്ത് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും അതിന്റെ തൊട്ടു പിന്നാലെ മിന്നൽ വേഗത്തിൽ അദ്ദേഹത്തിന്റെ വയനാട് MP സ്ഥാനം റദ്ദാക്കിയതും രാജ്യം കണ്ടതാണ്. മോദി എന്ന പേരിനെ മാനഹാനി വരുത്തി എന്ന വിചിത്രമായിട്ടുള്ള ആരോപണമായിരുന്നു അത്. വസതിയിൽ നിന്ന് പോലും ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകി അദ്ദേഹത്തെ തളർത്താൻ നോക്കിയപ്പോഴും എന്റെ വീട് അവർക്ക് എടുക്കാം, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ കണ്ടത്. ഒടുവിൽ അവിടെയും സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയും അദ്ദേഹത്തിന്റെ MP സ്ഥാനം തിരികെ നൽകുകയും ചെയ്തു. ഇത് മാത്രമാണോ? അല്ല. അമിത്ഷായ്ക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ സുൽത്താൻപൂരിലും ജാർഖണ്ഡിലും കേസ്, RSSനെ വിമർശിച്ചതിന് ഭീവണ്ടി കോടതിയിൽ കേസ്, അലഹബാദ് ഹൈക്കോടതി മുഖേന EDയും CBI ഉപയോഗിച്ച് സ്വത്തുക്കൾ അന്വേഷിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തിനെ കൊടുക്കാൻ വലിയ തന്ത്രങ്ങളാണ് മെനയുന്നത്. എവിടെയൊക്കെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നുവോ അവിടെയൊക്കെ കൂടുതൽ ശക്തമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം രാഹുൽ ഉയർത്തിപ്പിടിക്കുന്നു. എനിക്കെതിരെ എത്ര കേസുകൾ എടുത്താലും അതൊക്കെ എനിക്ക് മെഡലുകളാണ്, സത്യത്തിനു വേണ്ടി പോരാടുന്നത് കൊണ്ടാണ് ഞാൻ ലക്ഷ്യമിടുന്നത് എന്ന രാഹുലിന്റെ വാക്കുകൾ ഏതൊരു ഫാസിസ്റ്റ് അധികാര കേന്ദ്രത്തെയും ഭയപ്പെടുത്തുന്നതാണ്. ഇന്ന് BJPക്ക് ഏറ്റവും കൂടുതൽ ഭയം കൊള്ളുന്നതും അതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മാത്രം ഇത്രയും കേസുകൾ കൊടുക്കുകയും ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയും BJP ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് വല്ലാത്ത ഭയമാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ. വെറുതെ കേസുകളിൽ പ്രതിരോധം തീർക്കുക മാത്രമായിരുന്നില്ല രാഹുൽ ഗാന്ധി ചെയ്തത്. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ഒന്നൊന്നായിട്ട് വിചാരണ ചെയ്യാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന പ്രസിഡന്റ് വോട്ട് ചോർച്ച ചർച്ചയും വോട്ടർ പട്ടികയിലെ തിരിമറികളും മുതൽ ചോദ്യ പേപ്പർ ചോർച്ച വരെയും ജനകീയ വിഷയങ്ങളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. തെളിവുകൾ സഹിതം അദ്ദേഹം സ്ക്രീന് മുന്നിൽ എല്ലാ മാധ്യമങ്ങൾക്കും കാണാൻ തക്കവിധം അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ചോദ്യ പേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലും തെരുവിലും ഉയർത്തിയത്. അത് നമ്മൾ കണ്ടതാണ്.
യുവാക്കളുടെ കണ്ണീരിന് മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വോട്ട് ചോർച്ചയും സുതാര്യതയില്ലായ്മയും വീണ്ടും ചോദ്യം ചെയ്തു. അദാനി മോദി കൂട്ടുകെട്ടിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ ഭരണപക്ഷത്തെ എത്രത്തോളം അസ്വസ്ഥരാക്കിയെന്ന് നാം കണ്ടതാണ്. ഇനി എന്തിനേറെ പറയുന്നു, അയോധ്യ വിഷയം, ഈ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെയും തുടർന്ന് ഈ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ എത്ര തവണ പാർലമെന്റ് സന്ദർശിച്ചു. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വന്നു, ദേ പോയി. ഇതാണ് അമിത്ഷയും അല്ലെങ്കിൽ BJP ഭരണകൂടവും കാണിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞോ, ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ തല കുനിക്കുകയാണ്. അവർക്ക് ഉത്തരമില്ല. തെറ്റ് ചെയ്തു, അത് അവർക്ക് ബോധ്യമാണ്. പക്ഷെ ആ തെറ്റെന്ന് ഏറ്റു പറയാനോ അല്ലെങ്കിൽ അതിനൊരു നടപടി ഉണ്ടാക്കാനോ, എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാനോ ഈ BJP ഭരണകൂടം തയ്യാറാകുന്നില്ല. അത് അവരുടെ ഏറ്റവും പരാജയമാണ്. ഇനി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും പിന്നീട് മണിപ്പൂർ മുതൽ മുംബൈ വരെയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ജനങ്ങൾക്കിടയിലൂടെ നടന്ന് അവരുടെ കണ്ണീരും പ്രതീക്ഷകളും കേട്ടറിഞ്ഞ നേതാവാണ് രാഹുൽ ഗാന്ധി. കർഷകരുടെ സമരം മുതൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വരെ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ യഥാർത്ഥ ശബ്ദമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. EDയെയും CBIയെയും കാട്ടി ഭയപ്പെടുത്തിയാൽ ഒളിച്ചോടുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ എത്ര കേസുകൾ വന്നാലും ഞാൻ ഭയപ്പെടില്ല എന്ന് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. സവർക്കർ കേസിലെ ഈ ഒരു സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയും പ്രതിപക്ഷ മുന്നേറ്റത്തിന് ലഭിച്ച പച്ചക്കൊടിയുമാണ്. നീതിന്യായ വ്യവസ്ഥകൾ എപ്പോഴും ജനാധിപത്യത്തിന്റെ കാവലാളായി നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. കേസ് വേട്ടകൾ കൊണ്ടോ അധികാര ദുർവിനിയോഗം കൊണ്ടോ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെയോ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളെയോ തളർത്താൻ കഴിയില്ല എന്ന് പരമോന്നത നീതിപീഠം ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ വിധി സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പലതവണ പിൻ സീറ്റിലിരുത്തി അപമാനിച്ചവർക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഇരുളടച്ച നീറ്റ് പരീക്ഷ അഴിമതിയിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വോട്ട് ചോർച്ചയിലും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ കപടമുഖം പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീഴുകയായിരുന്നു. സ്വന്തം ഭാവി സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച പാവം വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് വിലാപങ്ങളില്ലാത്ത ലാത്തി വീശിയപ്പോൾ സമരമുഖത്ത് അവർക്കൊപ്പം നിലയുറപ്പിച്ച രാഹുൽ ഗാന്ധിയെ ശാരീരികമായിട്ട് തന്നെ നേരിടാനാണ് ഭരണകൂടം തുനിഞ്ഞത്. നമ്മൾ കണ്ടതാണ്. വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, മൂക്കിനിടിക്കുന്നു. അങ്ങനെ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലിൽ മൂക്കിൽ നിന്നും ചോര ഒലിപ്പിച്ച് കൊടും കുറ്റവാളികളെ പോലെ തെരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഭയം വിതയ്ക്കാനും നോക്കിയ കേന്ദ്ര സർക്കാരിന്റെ അതിക്രമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഒരല്പം പോലും കുലുങ്ങിയില്ല എന്നുള്ളതാണ്. എൻ്റെ മൂക്കിൽ നിന്ന് ചോര ചീന്തിയാലും എൻ്റെ ജീവൻ പോയാലും നീറ്റ് അഴിമതിക്കെതിരെയും വോട്ട് ചോർച്ചയ്ക്കെതിരെയും ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെയും ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുമെന്ന ഉറച്ച നിലപാടോടെയാണ് രാഹുൽ ഗാന്ധി ആ ഭീഷണികളെ നേരിട്ടത്. അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ജനശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്ന് ഒരു വോട്ട് ചോർച്ചയ്ക്കെതിരെയും ഭരണകൂട വേട്ടകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ വലിയൊരു അടയാളമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും സുപ്രീം കോടതി വിധി കേവലം ഒരു വ്യക്തിക്കുള്ള ആശ്വാസമല്ല, മറിച്ച് മോദി സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കുമേറ്റ കനത്ത പ്രഹരം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ മഹത്തായ വിജയവുമാണ്. അതുകൊണ്ട് തന്നെ മോദി സർക്കാരും മോദിയുടെ ഭരണകൂടവും ഇനിയൊന്ന് വിറയ്ക്കും.